മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തണം എന്ന് ആഗ്രഹിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ടെന്ന് തോന്നുന്നു. അതായത് ചില ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ളവ അതിൽ ഞാൻ കാണുന്നുണ്ട്. അതായത് മണ്ഡല പുനർനിർണ്ണയമുണ്ട്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡിൻ്റെ വിഷയം നമുക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ തന്നെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായേ തീരൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളും ബി ജെ പി അവലംബിക്കുമെന്ന് നമുക്ക് കരുതാം, അല്ലേ? അല്ല, എല്ലാ മാർഗങ്ങളും അവർ അവലംബിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം രണ്ട് സഭയിലും ഉണ്ടാകണം. അതിനേക്കാൾ ഉപരിയായിട്ട് പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ അവർക്ക് പകുതിയിൽ കൂടുതലുണ്ട്, അതല്ല പ്രശ്നം. രണ്ട് സഭയിലും പ്രത്യേകം ഭൂരിപക്ഷം വേണം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാനായിട്ട്. അവിടെയാണ് ഈ സ്റ്റാലിനെ പോലെയുള്ള അവരുടെ തമിഴ്നാട് DMK പോലെയുള്ള പാർട്ടികളുടെ പ്രസക്തി, അല്ലെങ്കിൽ YSR കോൺഗ്രസ്, ഇങ്ങനെ മുന്നണിക്കകത്ത് ഇല്ലാത്ത പാർട്ടികൾ, അവരെയൊക്കെ ഇവരുടെ ഭാഗത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സാന്ത്വനിപ്പിച്ച് സമവായത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം, ഒരു ധാർമ്മിക പ്രശ്നമുള്ളത്, നേരത്തെ ലിയോ സൂചിപ്പിച്ച പോലെ മറ്റ് പാർട്ടികളിൽ നിന്ന് ചാക്കിട്ട് പിടിച്ച MLA മാർ അവർ ചാക്കൊക്കെ ഉപേക്ഷിച്ച് BJP-കാരായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന് എന്തുമാത്രം ഫലപ്രദമായിരിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ ഇത് ഏത് രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാക്കും. ഇപ്പോൾ ജനങ്ങൾ BJP-ക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നൽകിയില്ല. അതിൻ്റെ അർത്ഥം ഭരണഘടനാ ഭേദഗതി വേണ്ട എന്നുള്ള അവരുടെ ആഗ്രഹം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ജനങ്ങളുടെ ഹിതത്തിനെതിരായി എതിർ പാർട്ടിയിൽ നിന്ന് ആളുകളെ ചാക്കിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് ഒരു വലിയ തിരിച്ചടിയുണ്ടാകും. ജനങ്ങളിതൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നരേന്ദ്രമോദിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവർ കൊടുത്തു, പക്ഷേ ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം കൊടുത്തില്ല. അപ്പോൾ കൃത്രിമ മാർഗത്തിൽ കൂടി മറ്റ് പാർട്ടികളെ പിളർത്തി, തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തു, നമ്മുടെ NCP-യെ പിളർത്തു, ശിവസേനയെ പിളർത്തു, ആം ആദ്മി പാർട്ടിയെ പിളർത്തു. ഇങ്ങനെ പിളർത്തി ഉണ്ടാക്കിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഭരണഘടന ഭേദഗതി ചെയ്ത് അതിൽ ഉറച്ചിരിക്കാം എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച RSS BJP അഭിപ്രായ വ്യത്യാസം സംബന്ധിച്ചുള്ള കാര്യം, അത് മധ്യപ്രദേശിൽ മാത്രമാണോ അതോ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ടോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായിരുന്നത് പോലെ? കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, അതിനുശേഷം നടന്ന ഹരിയാന, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ബംഗാൾ തുടങ്ങിയ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ RSSഉം BJP-യും വളരെ കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ റിസൾട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രശ്നം പരിഹരിച്ചു. മധ്യപ്രദേശിൽ മാത്രമാണോ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്, അതോ പൊതുവിൽ ഇപ്പോഴും ആ ഒരു സ്വരച്ചേർച്ച പഴയതുപോലെ അങ്ങോട്ട് ജെല്ലിങ് ആവുന്നില്ല എന്നാണോ? അല്ല, മധ്യപ്രദേശിൽ മാത്രമല്ല, പൊതുവേ തന്നെ ഒരു അസംതൃപ്തി RSSൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല, മോഡിയും അമിത്ഷായും RSSൻ്റെ ഒരു ലക്ഷ്മണരേഖ ലംഘിച്ചിട്ടാണ് പല കാര്യങ്ങൾ ചെയ്തത്. RSS ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് ശരിയായ രീതിയിൽ ആലോചിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ വേർവിട്ട് പോയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഭേദഗതികൾ മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ? അത് ഇവരുടെ അജണ്ടയിൽ നിന്ന് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഭേദഗതികൾ അവർ മാറ്റിവെക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, നിർണായകമായ ഒന്നോ രണ്ടോ ഭേദഗതികൾ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ, എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഒരു കമ്മ്യൂണൽ ഐഡിയ, അവരുടെ ഒരു കമ്മ്യൂണൽ അജണ്ട മുന്നോട്ട് വെക്കാൻ പറ്റും. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടണം എന്ന് ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേ ജനങ്ങളെ സമീപിക്കാൻ പറ്റുള്ളൂ, പാർലമെൻറ്റ് മെമ്പർമാരെ സമീപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ അത് ഭാവിയിലേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.